ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസം കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നതായ ഭാഗം 2 രൂപാന്തരങ്ങൾ എന്നുള്ള ഭാഗമാണ്. നൽകിയിരിക്കുന്നതായ വചനഭാഗം അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-23 വേദഭാഗങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്കു വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദൈവം, സ്വർഗ്ഗസ്ഥനായ നല്ലൊരു പ്രഭാതം കണ്ടുകൊണ്ടിരുവാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചു. ഇന്നത്തെ കർത്താവെ മോർണിംഗ് ഡിവോഷനിൽ അങ്ങ് ഇടപെടുമാറാൻ പ്രാർത്ഥിക്കും. എല്ലാ ദൈവമക്കളെയും കരങ്ങൾ തരുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലങ്ങളിൽ ലൂയിസ് സാംപെരിനി എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. 1936 ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഒളിമ്പിക് ഓട്ടക്കാരനായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, അതുപോലെ ആ യുദ്ധസമയത്ത് ബോംബ് മുകളിൽ നിന്നും വർഷിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സഞ്ചരിച്ചതായ വിമാനം അപകടത്തിൽപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഒരു 46 ദിവസം ലൈഫ് റാഫ്റ്റിൽ താമസിക്കുകയും ജീവിക്കുകയൊക്കെയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ജാപ്പനീസ് യുദ്ധ തടവുകാരനായി മാറി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആ യുദ്ധ തടവിലായിരുന്ന സമയത്ത് തടവുകാരിൽ നിന്ന് ഈ വ്യക്തിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ക്രൂരമായ പെരുമാറ്റം, മർദ്ദനങ്ങളൊക്കെയും നേരിടേണ്ടതായ അവസ്ഥ വന്നു. അദ്ദേഹം അതൊക്കെയും സഹിച്ചു. അവിടെ നിന്ന് രക്ഷ പ്രാപിച്ച് അവൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്തേക്ക്, ഭവനത്തിലേക്ക് യാത്രയായി. അങ്ങനെയുള്ളതായ ആ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും അവന് രക്ഷ പ്രാപിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ 2 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് ദൈവദാനമായി നൽകുകയും ചെയ്തു. അങ്ങനെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആ ഒരു പഴയ കാലം ഓർമ്മയിലേക്ക് വരുവാനിടയായി. അദ്ദേഹം യുദ്ധ തടവുകാരനായതും അദ്ദേഹത്തിനേറ്റതായ പല പ്രയാസങ്ങളും, മാനസികമായുള്ള സമ്മർദ്ദവും മുറുക്കങ്ങളും ഒക്കെയും അദ്ദേഹം വീണ്ടും റിവൈൻഡ് ചെയ്ത് അത് മനസ്സിലാക്കി അതിൽ അദ്ദേഹത്തിന്റെ തുറന്നുള്ളതായ നാളുകളിൽ സമയം ചെലവഴിച്ച് അദ്ദേഹത്തിന് ഉള്ളതായ ഒരുപാട് മാനസികമായി അദ്ദേഹം തകർന്നു. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പ്രതിസന്ധിയിലായി. അദ്ദേഹം ഇതൊക്കെയും ചിന്തിച്ച് അദ്ദേഹത്തിന് ഒരിറ്റു സമാധാനത്തിന് വേണ്ടി അദ്ദേഹം മദ്യപാനത്തിലേക്ക് കടന്നതായിട്ട് കാണുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കൂടുതലായിട്ട് മദ്യപിച്ച് ബോധമില്ലാതെ പെരുമാറുകയും ഒക്കെയും ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഒരു കാലഘട്ടത്തിൽ, നമുക്കറിയാം 1949 ആ കാലഘട്ടത്തിൽ ലോസ് ഏഞ്ചൽസിൽ നടന്നതായ ബില്ലി ഗ്രഹാമിന്റെ നേതൃത്വത്തിൽ നടന്നതായ ഒരു വലിയ പ്രാർത്ഥനാ യോഗങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ക്ഷണിക്കുകയും നമുക്ക് അവിടെ പോകാം, അവിടെ പോയിട്ട് പ്രാർത്ഥനയിൽ ജാഗരിക്കാം എന്നൊക്കെയും പറയുകയും അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കുറെ നാളുകൾ അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പല വചനങ്ങളും മനസ്സിലാക്കുകയും അതേ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്നും വേറൊരു രക്ഷയിലേക്ക് അദ്ദേഹം പുതുക്കം പ്രാപിച്ചായിട്ട് കാണുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെയും ആശ്വാസം നൽകിയത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന്റെ ഈ ജീവിത കഥ തുടർന്ന് ലേഖനങ്ങളായി, പുസ്തകങ്ങളായിട്ട് അച്ചടിക്കുകയും അതിനെ തുടർന്ന് അത് വീണ്ടും സിനിമയായിട്ട് പ്രസിദ്ധീകരിച്ചതുമൊക്കെയായിട്ട് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന 2 രൂപാന്തരങ്ങളിൽ ഈ അവസാനത്തെ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച രൂപാന്തരം അദ്ദേഹത്തിന് വില മതിക്കാത്തതായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദ്യം ആ ജാപ്പനീസ് യുദ്ധ തടവിൽ നിന്നും രക്ഷ പ്രാപിച്ച അദ്ദേഹം ഭവനത്തിലേക്ക് വന്നു.
അവിടെയും നിരാശനായി ഇരുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും കർത്താവ് യേശു ക്രിസ്തുവാണ് ഏകരക്ഷിതാവെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്ഷണിക്കുകയും ഒക്കെയും ചെയ്തതായിട്ട് കാണുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം കർത്താവ് യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായും നയിക്കപ്പെട്ടതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരിക്കൽ സ്വീകരിച്ചതിനു ശേഷം നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കുക. വീണ്ടും ആ പഴയ മനുഷ്യൻ തന്നെയാണോ നമ്മളിൽ വീണ്ടും വസിക്കുന്നത്, അതോ പുതിയ മനുഷ്യനാണോ, കർത്താവ് യേശു ക്രിസ്തുവാണോ നമ്മെ വഴി നടത്തുന്നത്, കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണോ നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്രകാരം നാം ആപ്തവാക്യമായിട്ട് വായിച്ചു കേട്ടതായ വചനം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23, ആത്മാവിന്റെ ഫലം. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നീങ്ങിപ്പോയി, ആ പഴയ മനുഷ്യൻ ഇനിയില്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു. അപ്രകാരം ആ ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടോ, അതോ അതെന്നേക്കുമായിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് നമ്മൾ ചിന്തിക്കുക. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം എന്ന് പറയും 9 ആത്മാവിന്റെ ഫലം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും ഒന്ന് നോക്കുമ്പോൾ നമ്മളിൽ സ്നേഹം, പരസ്പര സ്നേഹം, സന്തോഷം, സമാധാനത്തിന്റെ അനുഭവം, അതുപോലെ പരോപകാരം, ദയ, വിശ്വസ്തന ആയിരിക്കുക, അതുപോലെ സൗമ്യത, ഇതൊക്കെയും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ദ്രിയ ജയം, നമ്മളിൽ നമുക്ക് ജയം പ്രാപിക്കാൻ തക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ആത്മാവിന്റെ ഫലമാണോ പുറപ്പെടുവിക്കുന്നത്, അത് ജഡത്തിന്റെ ഫലമാണോ നമ്മളിലുള്ളത്? നമ്മൾ ചിന്തിക്കുക. നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ അന്ത്യനാളുകളിൽ ദൈവം ഒരവസരം കൂടെ നമുക്ക് നൽകുന്നു. നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട്, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുവാനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ഇന്നത്തെ ചിന്തയിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച് നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ. അടിയങ്ങൾ അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നു. അങ്ങ് സ്വന്തം രക്ഷിതാവാണെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, അതനുസരിച്ച് ഇനിയുള്ള അന്ത്യനാളുകളിൽ വിശ്വസ്തയോടെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്ന മക്കളായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെയും അടിയങ്ങളുടെ ഓരോരുത്തരെയും വ്യക്തിപരമായുള്ള ജീവിതത്തിൽ പ്രകടമാക്കുവാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സിബി സാമുവൽ തട്ടാരമ്പല സഭയിലുള്ളതായ സിബി സാമുവലിനെ, അതുപോലെ ജിജ വിന്നിക്ക് വെണ്ണിക്കുളം സഭയിലുള്ളതായ, അതുപോലെ എൽസമ്മ രാജൻ, ഈ 3 മക്കളെയും അങ്ങനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 3 പ്രിയപ്പെട്ടവരെയും കഴിഞ്ഞ നാളുകളിലൊക്കെയും കാത്തു പരിപാലിച്ചു. 3 പേർക്കും പുതിയൊരു വർഷത്തെ അവർ നൽകിക്കൊടുത്തു. ഇനിയുള്ളതായ പുതുവർഷത്തിൽ കർത്താവ് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പുതുക്കി ജീവിക്കാനായിട്ട്, രൂപാന്തരപ്പെടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലിസ്റ്റിലില്ലാത്തതായ ഒരുപാട് വ്യക്തിത്വങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ ഭവിക്കുവാനാണ് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.